Hi guys, welcome back to my YouTube channel. അപ്പം ഞാൻ വിസ്മയുടെ വീട്ടിലേക്ക് വെറുതെ വന്നത്. ഈ ഫോണിലെടുക്കുക തിരിച്ചു അവിടെ വേറെ കണ്ടന്റ് ചെയ്യണം. ഇതൊന്നും എടുത്തരുമോ? കഴുത്തിൽ കുടിക്കും. ഞാൻ എന്താ പറയണ്ടെന്ന്, ഞാൻ വിസ്മയുടെ വീട്ടിലേക്ക് വെറുതെ വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവള് പറയണത് ദുബായിക്ക് പോയാലോ എന്ന്. അപ്പൊ നമ്മളിന്ന് എന്തായാലും നമുക്ക് ലീവാണ്, അപ്പൊ ദുബായിൽ പോവാന്ന് വിചാരിക്കണം അല്ലേ? അല്ല കേട്ടോ, നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദുബായിക്ക് പോവാന്ന് വിചാരിക്കണം. അപ്പൊ ദുബായി പോണതിന്റെ വ്ളോഗാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളിന്ന് ഇവിടെ റീലെടുക്കാം അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതാണ്. കാരണം ഇന്നലെ നമ്മൾ അബുദാബി ടെമ്പിളിലൊക്കെ പോയതല്ലേ. അപ്പോൾ ഇന്ന് വിചാരിച്ചു ദുബായി പോവാന്ന്. ഇനി നമുക്ക് ലീവ് ഉണ്ടാവില്ല പറഞ്ഞവര് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ, എന്തായാലും വന്നതല്ല, അപ്പോൾ പോവാം. ദുബായി പോവാന്ന് പറയണേ, എവിടേക്കാണ് പോകണമെന്നൊന്നും പ്ലാൻ ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇപ്പോൾ പോയാലാണ് ഇറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞു, പോകാൻ പറ്റുള്ളൂ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഞാൻ ഇറങ്ങിയതാണ്. നല്ല വെയിലുണ്ട്. ഞാൻ ഇന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇട്ടില്ല, എങ്ങോട്ടും പോവില്ല വിചാരിച്ചിട്ട് കരിയിപ്പോൾ. വ്ളോഗർ വിസ്മയ. അങ്ങനെ ഞങ്ങൾ ദുബായിലെത്തി. ഒരു ഉറങ്ങി എണീച്ചപ്പോൾ ബീച്ചിലേക്കാണ് വന്നേക്കണത് കേട്ടോ. അല്ല വിസ്മയ, നമ്മൾ ബോൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദുബായിലുള്ള ബീച്ചിലെത്തിയേക്കാണ്. ദുബായ് അല്ലേ? ഞാൻ നന്നായി ഉറങ്ങി, കാരണം ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഡ്രസ്സ് മാറാൻ പോവാണ് ഗൈസ്. അങ്ങനെ വിസ്മയ ഡ്രസ്സ് മാറി, ഞാനും മാറി കേട്ടോ. ഞാനും ഡ്രസ്സ് മാറി. സായിപ്പേ, അല്ല സോറി മദാമേ. മദാമ്മയുടെ വീട് എവിടെയാണ്? തീരത് പറയണേ. ഇറങ്ങിക്കോ. പോവാ. സൂര്യൻ നീങ്ങോട്ടെ. നമ്മള് വാസം കേൾപ്പിക്കുന്നു. നമ്മൾ കടലിൽ കുളിച്ച് നമ്മുടെ ഒറിജിനൽ ഫേസ് ആയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ പോയി, ലിപ്സ്റ്റിക് പോയി. നമ്മളിനി ഡ്രസ്സ് മാറാൻ പോവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ദുബായ് കരാമേ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ബുർജ് ഖലീഫൊക്കെ കണ്ടു കേട്ടോ. പിന്നെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അലൈനിലാണെങ്കിൽ ചെറിയ ബിൽഡിങ്സ്, പിന്നെ കൂടുതൽ മരങ്ങൾ, നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലാണ്. ദുബായിലോട്ട് തന്നെ വരണം ഇങ്ങനെ ഇത്രയും വലിയ ബിൽഡിങ്സ് ഒക്കെ കാണണമെങ്കിൽ. അത് നൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. രാവിലെ ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല. നൈറ്റ് ആച്ചിങ്ങ ഫുൾ ബിൽഡിങ്സിലൊക്കെ ഫുൾ ലൈറ്റ്, അത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരാമേ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടാനായിരുന്നു ഭയങ്കര കഷ്ടപ്പാട്.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കരാമയ്ക്ക് വന്നു. അപ്പോൾ പാർക്കിംഗ് കിട്ടാണ്ട് ഒരു 1 hour ഒക്കെ ആയി. അപ്പം നമ്മൾ പാർക്കിംഗ് അങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളങ്ങനെ ഖരാമയിലെ അങ്കമാലി തട്ടുകടയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഫുഡ് കഴിക്കാൻ. യെസ്. ഞാൻ കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും ഇത് കപ്പ ബിരിയാണി. യൂട്യൂബ്. നമ്മളങ്ങനെ അങ്കമാലി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് റിട്ടേൺ കാറിലേക്ക് വരികയാണ്. ഇവിടുന്ന് നമ്മൾ തിരിച്ച് പിന്നെ എവിടെയും കയറുന്നില്ല. അലൈനിലോട്ട് പോവും അല്ലേ വിസ്മയ? അല്ല ഇനി ഇവരുടെ പ്ലാൻ എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് വേറെ എവിടേക്കും പോയില്ല, തിരിച്ച് അലൈനിലേക്ക് തന്നെ പോയിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.